നമസ്കാരം, നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. രാജ്യത്ത് വീണ്ടും ലോക്ക്ഡൌൺ വരുമോ? പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിന് പിന്നാലെ പ്രചരിക്കുന്ന വാർത്തയുടെ സത്യാവസ്ഥയെന്ത്? ജനങ്ങളെ പരിഭ്രാന്തിയിലേക്ക് തള്ളിവിട്ട് രാജ്യത്ത് വീണ്ടും ലോക്ക്ഡൌൺ ഏർപ്പെടുത്തുമെന്ന പ്രചരണം സമൂഹമാധ്യമങ്ങളിൽ വ്യാപകമായിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ നടത്തിയ പ്രസംഗത്തിന് പിന്നാലെയാണ് അഭ്യൂഹങ്ങളെ സോഷ്യൽ മീഡിയ ശക്തമായ രീതിയിൽ ഏറ്റെടുത്തിരിക്കുന്നത്. എന്നാൽ ഇത്തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകളെല്ലാം കിംവദന്തികൾ മാത്രമാണെന്നും തെറ്റായ വാർത്തകളിൽ ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ടതില്ലെന്നും കേന്ദ്രം സ്ഥിരീകരിച്ചു. കോവിഡ് കാലഘട്ടത്തിൽ ലോക്ക്ഡൌൺ ഏർപ്പെടുത്തിയ പ്രതിസന്ധിയെ മറികടന്നതുപോലെ നിലവിലെ പശ്ചിമേഷ്യൻ യുദ്ധഭീതിയെയും നാം മറികടക്കുമെന്നായിരുന്നു പാർലമെന്റിൽ മോദിയുടെ പ്രസ്താവന. ഇതോടെയാണ് രാജ്യത്ത് വീണ്ടും ലോക്ക്ഡൌൺ ഏർപ്പെടുത്തിയേക്കുമെന്ന തരത്തിൽ അഭ്യൂഹങ്ങൾ വ്യാപകമായി പ്രചരിക്കാൻ തുടങ്ങിയത്. പശ്ചിമേഷ്യൻ യുദ്ധ സാഹചര്യത്തിൽ രാജ്യം നേരിടുന്ന പ്രതിസന്ധികളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായി കേന്ദ്രം വിളിച്ചു ചേർത്ത രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം അഭ്യൂഹങ്ങൾക്ക് ശക്തി പകരുന്നതായിരുന്നു. എന്നാൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന തരത്തിൽ പ്രധാനമന്ത്രി ലോക്ക്ഡൌണിനെ കുറിച്ച് പറഞ്ഞിട്ടില്ലെന്നും കൊറോണയെ ഒറ്റക്കെട്ടായി നേരിട്ടതുപോലെ ഈ പ്രതിസന്ധിയും നേരിടാമെന്നാണ് പറഞ്ഞതെന്നും ചൂണ്ടിക്കാട്ടി കേന്ദ്രം അഭ്യൂഹങ്ങൾ തള്ളിക്കളയുകയായിരുന്നു. കോവിഡ് കാലത്തെ അതിജീവിച്ചതുപോലെ ഒരുമിച്ച് നിന്ന് തയ്യാറെടുപ്പുകൾ നടത്തേണ്ട സമയമാണിത്. നിലവിലെ യുദ്ധ സാഹചര്യം എത്ര കാലത്തേക്ക് നീണ്ടുപോകുമെന്ന കാര്യത്തിൽ ഇതുവരേക്കും വ്യക്തത വന്നിട്ടില്ല. നമുക്കറിയാവുന്നതുപോലെ അനുനിമിഷം സാഹചര്യങ്ങൾ മാറിമറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, മുന്നിലുള്ള വെല്ലുവിളിയെ അതിജീവിക്കാൻ ഓരോ പൗരന്മാരും തയ്യാറാവേണ്ടതുണ്ട്. യുദ്ധം നീണ്ടുപോയേക്കാം, എങ്കിലും ഒരു കാര്യം വ്യക്തമാക്കാം: രാജ്യത്തിന് അനിവാര്യമായ തീരുമാനങ്ങൾ സ്വീകരിക്കുന്നതിനും നടപടികൾ എടുക്കുന്നതിനും സർക്കാർ തയ്യാറാണ്, പ്രധാനമന്ത്രി വ്യക്തമാക്കി. പ്രസംഗത്തിൽ എവിടെയും രാജ്യത്ത് വീണ്ടും ലോക്ക്ഡൌൺ ഏർപ്പെടുത്തുമെന്ന് മോദി പറഞ്ഞിരുന്നില്ല. അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നതിന് പ്രധാനമായും യുദ്ധ സാഹചര്യത്തിൽ രാജ്യം നേരിടുന്ന ഇന്ധന ഊർജ്ജ പ്രതിസന്ധിയും ഹോർമോസ് കടലിടുക്കിലെ അടിയന്തരാവസ്ഥയുമാണ് കാരണം. നിലവിലെ പ്രതിസന്ധി നേരിടാൻ കേന്ദ്രവും സംസ്ഥാനങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നേരത്തെ ഇരു സഭകളെയും അറിയിച്ചിരുന്നു. അതേസമയം ഇന്ധന പ്രതിസന്ധി താൽക്കാലിക ആശ്വാസമായി 2 കപ്പലുകൾ ഇന്ത്യൻ തീരത്തെത്തും. 92,000-ലധികം മെട്രിക് ടൺ LPG-യുമായി ജഗ് വസന്ത്, പൈൻ ഗ്യാസ് എന്നീ കപ്പലുകളാണ് ഇന്ത്യൻ തീരത്തെത്തുക. ഇരു കപ്പലുകളും ഹോർമോസ് തീരത്ത് കുടുങ്ങിക്കിടക്കുകയായിരുന്നു. അതേസമയം രാജ്യത്ത് ഇന്ധന പ്രതിസന്ധി ഇല്ല എന്ന അവകാശവാദം കേന്ദ്ര സർക്കാർ ആവർത്തിക്കുമ്പോഴും കടുത്ത ആശങ്കയിലാണ് ജനങ്ങൾ. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ അടക്കം പമ്പുകളിൽ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. പ്രതിസന്ധി കണക്കിലെടുത്ത് നയാര പമ്പുകളിൽ പെട്രോളിനും ഡീസലിനും വില വർദ്ധിപ്പിച്ചിരുന്നു. പെട്രോളിന് 5 രൂപയും ഡീസലിന് 3 രൂപയുമാണ് വർദ്ധിപ്പിച്ചത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.